പ്രായം വകവയ്ക്കാതെ മണ്ണിലും വെള്ളത്തിലും പൊന്നു വിളയിക്കുകയാണ് ആലപ്പുഴ രാമങ്കരി സ്വദേശി ജോസഫ് കോര. ഒരു നെല്ലും ഒരു മീനും എന്ന ആശയം കുട്ടനാട്ടിൽ ആദ്യം അവതരിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത ഇദ്ദേഹത്തെ തേടി ഈ വർഷത്തെ കർഷക ശ്രേഷ്ഠ പുരസ്കാരവും എത്തി. പ്രായം. രാവിലെ മുണ്ടുടുത്ത പാടത്തേക്കിറങ്ങിയാൽ പിന്നെ കോരസാറിന് 28 ചെറുപ്പം. പഴയ തിരുവിതാംകൂർ തിരുക്കൊച്ചി മന്ത്രിസഭകളിൽ അംഗമായിരുന്ന പിതാവ് KM കോരയിൽ നിന്നാണ് ജോസഫ് കോര കൃഷിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. 5 പതിറ്റാണ്ടോളം കൈമാറിക്കിട്ടിയ കാർഷിക പാരമ്പര്യത്തെ ഇന്നും നെഞ്ചേറ്റി നടക്കുകയാണ് ഇദ്ദേഹം. കുട്ടനാട്ടിൽ ആദ്യമായി ജൈവ അരിയും ജൈവ ആറ്റുകൊഞ്ചും വിളയിച്ച ലോക ശ്രദ്ധ നേടിയതുൾപ്പെടെ നിരവധി നേട്ടങ്ങൾ ഇദ്ദേഹത്തിന്റെ കാർഷിക ജീവിതത്തിന്റെ ഭാഗമാണ്. 1967 ഞാൻ സെന്റ് ബർക്ക്മാൻസ് കോളേജിൽ ബികോമിന് പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കൃഷിയിലേക്ക് പ്രവേശിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നത്. 1971 ഫാദർ മരിക്കുന്നു. ഫാദർ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി എനിക്ക് വന്നു. കാരണം എൻ്റെ മറ്റ് പ്രദേശങ്ങളെല്ലാം ജോലിക്കാരായിരുന്നു. അവർക്കാർക്കും വീട്ടിൽ വന്ന് ഒന്നും ചെയ്യാനൊക്കെ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും തെങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്ഥലങ്ങളിലൂടെ ഞാൻ നോക്കേണ്ട ഒരു സാഹചര്യം. നെല്ല്, നാളികേരം, ആറ്റുകൊഞ്ച്, കരിമീൻ, നേന്ത്രവാഴ, മറ്റു പച്ചക്കറികൾ തുടങ്ങി എല്ലാം രാമങ്കരിയിലെ കരിയിലത്തറ വീടിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ പാകമാകുന്നുണ്ട്. കാർഷിക ശാസ്ത്രജ്ഞനായ സാക്ഷാൽ R. ഹേലിയും കോരയുടെ കൃഷിയിടത്തിലെ നിത്യ സന്ദർശകനായിരുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് ജൈവ ആറ്റുകൊഞ്ച് കൃഷി ചെയ്തതിന് ഇന്ത്യ ഗവൺമെൻറ് എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്. R. ഹേലി സാറിൻ്റെ സ്മരണയ്ക്കായി ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരുന്നു. ആ അവാർഡ് എനിക്കാണ് കിട്ടിയത്. അത്രയും ഉയർന്ന ഉദ്യോഗത്തിൽ കഴിഞ്ഞ ഒരു മാന്യ വ്യക്തി അദ്ദേഹം ഇപ്പോൾ ഒരു സാധാരണക്കാരനായ എൻ്റെ ഒരു കൃഷിയിടത്ത് വന്ന് എൻ്റെ കൃഷി കാര്യങ്ങൾ നേരിട്ട് കണ്ട് അതിനകത്ത് എനിക്കുള്ള പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നേരിട്ട് മനസ്സിലാക്കി ബോധ്യപ്പെടുവാനും അതിനുള്ള പ്രതിവിധികൾ എനിക്ക് പറഞ്ഞു തരുവാനും അദ്ദേഹം വളരെ ഉത്സാഹം കാണിച്ചിട്ടുണ്ട്. 83-ാം വയസ്സിലും തനിക്ക് കൃഷിയിലാണ് താല്പര്യമെന്ന് കോര ഉറപ്പിച്ചു പറയുമ്പോൾ കേരളത്തിന്റെ പുതുതലമുറയ്ക്കത് വെളിച്ചവും വഴികാട്ടിയുമാണ്. ന്യൂസ് മലയാളം, ആലപ്പുഴ.